ഹായ്, എൻ്റെ പേര് അമൽദേവ്. ഞാൻ ഇടുക്കി ജില്ലയിലെ മൂഴിക്കലാണ് എൻ്റെ സ്ഥലം. ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പം അതായത് എൻ്റെ ചേച്ചി എനിക്ക് എൻട്രൻസ് അക്കാഡമി പറഞ്ഞു തന്നു, അജിനോറ. അപ്പോൾ അവിടെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പം അവിടെ എല്ലാം വിളിച്ചല്ലോ, എൻക്വയറി ഉണ്ടായിരുന്നു. എൻക്വയറിയൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർ വിളിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് എൻട്രൻസ് അക്കാഡമി പറഞ്ഞു തന്നു, അജിനോറ. അപ്പോൾ അവിടെ ഒരു നമ്മൾ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അവരുടെ എൻക്വയറി ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തപ്പോൾ അവർ നമ്മളെ 2 മണിക്കൂറപ്പോൾ അവർ നമ്മളെ കൊണ്ട് ഫോൺ വിളിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും. അങ്ങനെ എനിക്ക് കേട്ടപ്പോൾ ഒരു ഇതായി, ഒരു എൻട്രൻസ് ഒക്കെയാണ്, നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നപ്പം തന്നെ എനിക്ക് നല്ല രീതിക്കൊരു വെൽക്കമിങ് അവിടെ കിട്ടിയത്. കാരണം അവിടുത്തെ ഫാക്കൽറ്റീസിനെയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അവർ തന്നെ നമുക്ക് ചെറിയ ക്ലാസ് എടുത്ത് തരും. അവരുടെ ഹോസ്റ്റലുണ്ട്, നമുക്കവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം. അങ്ങനെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. നമുക്കവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും. എത്ര ഡൗട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 10 ആയാൽ പോലും നമുക്ക് എത്ര വേണമെങ്കിലും ക്ലിയർ ചെയ്ത് തരും അവർ. അതുപോലെ അത്രയ്ക്ക് സപ്പോർട്ടാണ് നമുക്ക് അവർ ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം എന്താണ് വീക്കിലി എക്സാം ഉണ്ട്, വീക്കിലി ടെസ്റ്റ് ഉണ്ട്, അതായത് MCQs. ഒരു വീക്കിൽ പഠിച്ച കാര്യം നെക്സ്റ്റ് വീക്ക് മൺഡേ എക്സാം ഉണ്ട്. അതായത് പിന്നെ ആ വീക്ക് പഠിച്ചത് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് നമ്മൾ ആദ്യം പഠിച്ച ഒരു വീക്കിൽ, രണ്ടാം പഠിച്ച വീക്കിലാണ് ചേർത്താണ് 3ാമത്തെ വീക്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ വീക്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്യും. അതിലൊക്കെ അവർ അന്ന് തന്നെ നമുക്ക് റിസൾട്ട് അവർ നോട്ടീസ് ബോർഡിലും റാങ്ക് അനുസരിച്ച് നോട്ടീസ് ബോർഡിലും. ഫസ്റ്റൊക്കെ എനിക്ക് വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു, അതായത് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിക്ക് മാർക്ക് കുറവായിരുന്നു. നമ്മുടെ മാർക്കെല്ലാം അവർ റാങ്ക് അനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാർക്ക്, അതൊക്കെ നമ്മൾ ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ റാങ്ക് അനുസരിച്ച് ഇടുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു റാങ്കുള്ള ഒരു എക്സാമിൽ എഴുതാൻ, അതായത് JEL നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു റാങ്ക് വെച്ചിട്ട് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റാങ്ക് വെച്ചാൽ അവർ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റിലേക്ക് അവസാനമായിരുന്നു. പിന്നെ ഇങ്ങനെ പതിയെ അവിടുത്തെ സപ്പോർട്ടെല്ലാം കാരണം, ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ടും അവരുടെ സ്നേഹം എല്ലാം കാരണം നമ്മളിങ്ങനെ ലാസ്റ്റ് കടന്ന് ഞാൻ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി വരാൻ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് അതിന് റിസൾട്ടൊക്കെ വന്ന് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാൻ തുടങ്ങി. ഫസ്റ്റ് സെക്ഷനിൽ പോയി എഴുതിയപ്പം എനിക്ക് അങ്ങനെ വലിയധികം മാർക്കില്ലായിരുന്നു. അതായത് NIT പഠിക്കാനുള്ളൊരു മാർക്ക് എനിക്ക് കിട്ടിയില്ല. അതിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു സബ്ജക്റ്റ് ഇട്ടാനുള്ള മാർക്ക് അതിലില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഡെസ്പായി, ഭയങ്കര വിഷമമായി. ഇനി എന്ത് ചെയ്യും, ഇനിയൊരു സെക്കൻഡ് ചാൻസും കൂടി ഉണ്ട്, അതിനും കൂടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ ഒരു വിഷമ രീതിയിലാവും. അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു ജനുവരി അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലോട്ട് വരികയും പിന്നെ വീട്ടിൽ ഇരുന്നായി കാര്യങ്ങളൊക്കെ പഠിത്തം. അപ്പോഴും നമുക്ക് അവർ അജിനോറ എന്ന് പറഞ്ഞൊരു എൻട്രൻസ് അക്കാഡമിക്ക് ഓൺലൈൻ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. അപ്പോഴും നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായി. എന്നിട്ട് സെക്കൻഡ് സെക്ഷന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മാർച്ചിൽ എനിക്കൊരു ആക്സിഡൻ്റ് ആയി. 2 ആഴ്ച ഞാൻ ആശുപത്രിയിലായി. കുറച്ച് സീനായിരുന്നു. എന്നാലും എനിക്ക് ഏപ്രിൽ എക്സാം ഉണ്ട്. എന്നാലും ഞാൻ ഈ മാർച്ചിൽ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഏപ്രിൽ എക്സാം എഴുതി. അങ്ങനെ ഇരുന്നപ്പം എനിക്ക് ആ എക്സാമിന് കിട്ടി. അതും കൂടി ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് പോയി എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അതായത് എനിക്കിനി കിട്ടുമോ, പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു വിഷമത്തിലൊക്കെ പോയി എഴുതിയപ്പം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് എനിക്ക് കിട്ടി. അങ്ങനെ എനിക്ക് NIT അഡ്മിഷൻ കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിന് അവിടെ കിട്ടിയ ട്രിപ്പിൾ ആണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ആഗ്രഹമാണ് NIT പഠിക്കുക എന്നുള്ളത്. അതുപോലെ എൻ്റെ ആഗ്രഹമാണ് NIT പഠിക്കാനുള്ളത്. അങ്ങനെ എനിക്ക് NIT കിട്ടി. അതായത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അജിനോറയ്ക്ക് തന്നെ നൽകുന്നത്.